വീട്ടുമുറ്റത്ത് ചെടിച്ചട്ടികളിൽ നടുന്ന തക്കാളി ചെടികൾ നല്ലോണം വളരും, നല്ലോണം പൂക്കും, പക്ഷെ കായ്ക്കില്ല. അതായിരുന്നു ഏറെ നാളത്തെ സങ്കടം. അതിപ്പോൾ തൽക്കാലം മാറി കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കില്ലാത്ത വിളവുണ്ട്. അത് നല്ലോണം പഴുത്താനിടണമെന്ന് പറിച്ചെടുത്തു. ബാക്കി ഇനിയും വിളവെടുപ്പിന് റെഡിയാവുന്ന കുറേയും കൂടി ഉണ്ട്. വേറെയും തക്കാളി ചെടികളിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു സന്തോഷമായി. ഇനിയിപ്പോൾ ഇത് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ പലതരം പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് പരീക്ഷണം പൊട്ടാസ്യം വളമായിരുന്നു, പൊട്ടാഷ്. ഈ പൊട്ടാസ്യം പൂക്കളിൽ നിന്ന് ഫലങ്ങൾ ഉണ്ടാകുന്നല്ല എന്ന് പറയുന്നുണ്ട്. അത് 0050 പൊട്ടാസ്യം NPK എന്ന് 00 എന്ന് പറയുമ്പോൾ നൈട്രജൻ ഇല്ല, ഫോസ്ഫറസ് ഇല്ല, പൊട്ടാസ്യം മാത്രം. അത് പൊട്ടാസ്യം സൾഫേറ്റാണ് സാധാരണ അങ്ങനെ കിട്ടുന്നത്. പൊട്ടാസ്യം ക്ലോറൈഡും കിട്ടാറുണ്ട്. പിന്നെ ഉള്ളത് ചാരം ഇട്ട് കൊടുത്തിരുന്ന ഇടയ്ക്ക്. ചാരവും വുഡ് ഡാഷ് എന്ന് പറഞ്ഞിട്ട് ഓൺലൈനായിട്ട് വാങ്ങിച്ചു തന്നെയാണ്. ഇവിടെ വീട്ടിൽ ഗ്യാസ് അടുപ്പും ഇൻഡക്ഷൻ കുക്കറൊക്കെ ആയതുകൊണ്ട് ചാരം കിട്ടില്ലല്ലോ. അല്ലേ പിന്നെ വല്ല ചപ്പ് ചോറൊക്കെ തീയിടണം, അത് പിന്നെ പുകയും ശല്യമൊക്കെ ആയിരിക്കും. പിന്നെ ചെയ്തിരുന്നൊരു വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴത്തൊലികൾ പുളിപ്പിച്ചിട്ട് 2 ദിവസം പുളിപ്പിച്ചിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അരി കഴുകിയ വെള്ളം, അത് എല്ലാ ദിവസവും കഴുകുന്ന അരി, മട്ട അരിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതിന് നല്ല പിങ്ക് നിറമുള്ള വെള്ളം കിട്ടും. അത് 2-3 ദിവസം പുളിപ്പിക്കും. എന്നിട്ട് അത് ചിലപ്പോൾ തന്നെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കും. അതല്ലെങ്കിൽ പിന്നെ ചെയ്യുന്നത്, രണ്ടും കൂടെ ചേർത്താൽ ഗുണം കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് NPK 19-19-19 അതും സമാസമം അരി കഴുകിയ വെള്ളം പുളിപ്പിച്ചതും ചേർത്തിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഏതായാലും ഇതിൽ ഏതോ ഒന്ന് വലിച്ചിട്ടുണ്ട്. ഇപ്പോൾ തക്കാളികൾ ഉണ്ടാവുന്നുണ്ട്.